നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ പിന്നിൽ ഒരിക്കലും അവർക്കാർക്കും കണ്ണൂരുള്ള ആർക്കും ടി പി ചന്ദ്രശേഖരൻ അറിയില്ല, വ്യക്തിപരമായ ഒരു വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല, ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അതിലേറ്റവും ഈ ഒരു കേസിനുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതുവരെ പാർട്ടി ലിസ്റ്റ് കൊടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യും, കുറേ കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെട്ട് കൊണ്ടുവരുന്നതിൽ നിന്നും വ്യത്യസ്തമായി കൊലയാളികളിലേക്ക് കേസെത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് ഇവിടെ നീതി എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം അതിൽ കുറെ കൂടി ശക്തമായ ആർഎംപിയൊക്കെ പ്രതികരിക്കേണ്ടതല്ലേ എന്നുള്ളത് കൂടിയാണ് എൻ്റെ ചോദ്യം. കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകളാണ് ജയിൽ ഭരിക്കുന്നത് എന്നുള്ളിടത്തേക്ക് എന്തുകൊണ്ട് അങ്ങനെ എത്തുന്നു? അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഭരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല, നടപടിയെടുക്കില്ല. ഇവിടുത്തെ നീതിയും നിയമങ്ങളും ഒക്കെ ഭരിക്കുന്ന ആളുകൾക്കും അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കുമുള്ളതാണ്. സാധാരണക്കാർക്കൊന്നും നീതിയൊന്നും ലഭിക്കുന്ന ഒരു സാഹചര്യവും ഇല്ല. അതിന് കിട്ടുമെന്നുള്ള ഈ ഭരണത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷയും വേണം. കഴിഞ്ഞ തവണ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ 8 സീറ്റുകളിൽ എറണാകുളത്ത് മത്സരിക്കുകയും അതിൽ 14.5% വോട്ട് പിടിക്കുകയും ചെയ്തു. 2020 ഒക്കെ ആ സമയത്ത് വന്നതാ, കുറച്ച് കഴിഞ്ഞാൽ അത് പോയി. ഇതൊക്കെ കുമ്പളകളാണ്, അതൊക്കെ പൊട്ടിപ്പോവും വേഗം. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ 20 മാസങ്ങളാണ്, അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തേണ്ട 20 മാസങ്ങളാണ് ഈ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിരോധം വന്നത് എപ്പോഴാ? ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം മാത്രമാണല്ലോ. ഇതിൽ പ്രതി ഇവരാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണല്ലോ വിരോധം വന്നത്. അതുവരെ എന്ത് വ്യക്തിപരമായ വിരോധം ഉണ്ടാവേണ്ടത്? അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറെ കൂടി ഒരു ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു എന്ന് തോന്നി. എന്ത് ജാഗ്രത പുലർത്താനാ? കൊല്ലണം വിചാരിച്ച ആൾക്കാർക്ക് എവിടെ നിന്ന് കൊല്ലാൻ പറ്റാത്തത്? അല്ല, അത് കോൺഗ്രസിന്റെ ഒരു ദൗർബല്യം കൂടിയാണ്. കാരണം കോൺഗ്രസിന് ഇതേവരെ ഒരു തീരുമാനം പറയാൻ പറ്റിയില്ല. അല്ല, അതൊക്കെ വെറുതെയാണ്. കോൺഗ്രസ് അതിൽ തീരുമാനം പറയേണ്ടതില്ല. ഞാൻ വിചാരിക്കുന്നത് അത് അവരെടുക്കേണ്ട നിലപാട് ഇതായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എവിടെ പോയി പറയണം ഈ പാവങ്ങൾ? ആരാണ് ഇവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? കെ രമയുമായിട്ടുള്ള രണ്ടാം ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു കേസിൽ പെടുമ്പോൾ എനിക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം, ഇന്ന ആളുകൾ പിടികൊടുക്കണം എന്ന് പാർട്ടി പറയുന്ന ആളുകളാണ് പിടികൊടുക്കുന്നത്. ഒരിക്കലും സംഭവ സ്ഥലത്ത് അവരുണ്ടാകാറ് പോകുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2 പ്രത്യേകതകളുണ്ട് ഈ കേസിന്. ഒന്ന്, CPM സാധാരണ അവരിൽ തന്നെയുള്ള ഒരു ഗുണ്ടാ നേച്ചറുള്ള ആളുകളെ വെച്ചാണ് കൊലപാതകങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ ഇത് കൃത്യമായി ഹയർ ചെയ്യപ്പെട്ടൊരു കൊലപാതകമാണ്, വാടക കൊലയാളികൾ എടുത്തതാണ്. 35 ലക്ഷം രൂപ കൊടുത്തു ആളുകൾ ഇവർക്ക് എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നതുകൊണ്ട് കുറ്റം ചെയ്ത പ്രതികളിലേക്കെങ്കിലും എത്തി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയാം, അതിൻ്റെ പിന്നിൽ ഒരിക്കലും അവർക്കാർക്കും കണ്ണൂരുള്ള ആർക്കും ടി പി ചന്ദ്രശേഖരൻ അറിയില്ല, വ്യക്തിപരമായ ഒരു വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല, ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. പാർട്ടിയിലും അത്രമാത്രം അടിയുറച്ച് നിൽക്കുന്ന ആളുകളൊന്നുമല്ല അത് പലപ്പോഴും ചെയ്തിട്ടുള്ളത്, അതിൽ 1-2 ആളുകൾ ഒഴികെ. പക്ഷേ ഇവർക്ക് ഇത്ര വലിയ കാര്യം നടത്തണമെങ്കിൽ ഒരു ഗൂഢാലോചനയുണ്ട്. പക്ഷേ ഗൂഢാലോചനയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് ഇപ്പോഴും? അല്ല, അതങ്ങനെ തന്നെ. ഗൂഢാലോചനയിലെ ആളുകൾ ശിക്ഷിക്കപ്പെട്ടില്ല. ഒരു പകുതി വെച്ചപ്പം കേസ് നിൽക്കാൻ വേറെയും കുറേ കാരണങ്ങളുണ്ടായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കണം, ആ സമയത്ത് 3 മാസം കഴിഞ്ഞു, ഇല്ലെങ്കിൽ ജയിലിൽ കിടന്ന ആളുകൾ മുഴുവൻ പുറത്തു വരും. അപ്പോൾ അതിലേറ്റവും ഈ ഒരു കേസിനുള്ളൊരു മെച്ചം എന്ന് പറയുന്നത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതുവരെ പാർട്ടി ലിസ്റ്റ് കൊടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യും, കുറേ കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെട്ട് കൊണ്ടുവരുന്നതിൽ നിന്നും വ്യത്യസ്തമായി കൊലയാളികളിലേക്ക് കേസെത്തി. അപ്പോൾ അതിൻ്റെ ഗൂഢാലോചനയിലെ 2-3 പേരെയും ശിക്ഷിക്കാൻ കഴിഞ്ഞു. അത്രയും ആശ്വാസം ഈ കേസിനുണ്ടായി എന്നത് മാത്രം. പക്ഷേ ഇപ്പോഴും വലിയ വേദനയായി ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും പക്ഷേ ഒരു പ്രശ്നമുള്ളത്, കൊടിസുനി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ജയിലിൽ വെച്ച് വലിയ ആക്രമണം നടത്തുകയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽപ്പിക്കുകയും വീണ്ടും ജയിൽ മാറ്റം നടത്തുകയും ഒക്കെ ചെയ്തത് നാടകമാണ് എന്ന് പറയുന്ന ആരോപണമുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ ഒരു പരോള് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ജയിലിൽ പോയത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും. കാരണം 200 ദിവസം 215 ദിവസമൊക്കെയാണ് പല ആളുകൾക്കും പരോള് കിട്ടിയിട്ടുള്ളത്. ചില ആളുകളുടെയൊക്കെ പുറത്തു വന്നിട്ട് വലിയ ആർഭാടകരമായ കല്യാണം നടക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ താങ്കൾക്കൊക്കെ വളരെ പരിചയമുള്ള സ്പീക്കറായിട്ടുള്ള എൻ.എം. ഷംസീർ എന്ന് പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് ഇവിടെ നീതി എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം അതിൽ കുറെ കൂടി ശക്തമായ ആർഎംപിയൊക്കെ പ്രതികരിക്കേണ്ടതല്ലേ എന്നുള്ളത് കൂടിയാണ് എൻ്റെ ചോദ്യം. അല്ല, നമ്മളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ആരോടാ പ്രതികരിക്കുന്നത്? പ്രതികരിച്ച് ഭരിക്കുന്ന ആളുകൾ ഇതിനെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകളാണല്ലോ.
അവരോട് കാരണം ഇതൊക്കെ നിരന്തരം ഈ പ്രതികൾക്കൊക്കെ ഇപ്പോഴും ഇങ്ങനെ ജയിലിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നത്, ജയിലിൽ വെച്ച് ക്രിമിനൽ പ്രവർത്തനം നടത്താൻ കഴിയുന്നത്, കോടികൾ എല്ലാം അതെ, പിന്നെ എല്ലാതരം പ്രവർത്തനങ്ങൾക്കും അവിടെ സൗകര്യം ലഭിക്കുകയാണല്ലോ. ഫോൺ ഉപയോഗിക്കുന്നത് ഇപ്പോഴും അവരുടെ കയ്യിൽ ഫോണുണ്ട്, ഇപ്പോഴും അവരുടെ കയ്യിൽ മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതിനെതിരെ അതൊന്നും പാടില്ലാത്തതാണല്ലോ ജയില്. അപ്പോൾ ഇവർ ജയില് ഭരിക്കുന്നത് ഇപ്പം ഈ ക്രിമിനലുകളാണ്, കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകളാണ് ജയിൽ ഭരിക്കുന്നത് എന്നുള്ളിടത്തേക്ക് എന്തുകൊണ്ട് അങ്ങനെ എത്തുന്നു? അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഭരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല, നടപടിയെടുക്കില്ല. അപ്പം നിയമവും നീതിയൊന്നും എവിടെയില്ല. അതൊക്കെ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കും അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കും മാത്രമേ ഉള്ളൂ. മറ്റാർക്കും ഇവിടെ നീതിയൊന്നും ലഭിക്കുന്നില്ല. ഉണ്ടെങ്കിൽ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുള്ള മോൾക്ക് നീതി കിട്ടേണ്ടതാണ്. അതൊരു ഡിവൈഎഫ്ഐക്കാരൻ എന്നൊരു പ്രതി എന്നുള്ളത് കൊണ്ട് അത്രയും ആ കേസിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ എത്തുന്നത്. ഒരു കാര്യങ്ങളും കോടതിയിൽ ഹാജരാക്കിയില്ല പ്രോസിക്യൂട്ടർ. എന്താണ് പ്രോസിക്യൂട്ടർ ചെയ്തത്? ഒരു ഇത്രയും തെളിവുകളുണ്ടായിട്ടും കാര്യങ്ങളുണ്ടായിട്ടും ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? ആരാ പ്രോസിക്യൂട്ടർ ആരാണ്? പ്രോസിക്യൂട്ടർ സർക്കാരിൻ്റെതാണല്ലോ, സർക്കാരാണല്ലോ ചെയ്യേണ്ടത്. എന്ത് ഇടപെടൽ നടത്തിയ സർക്കാർ? അപ്പം ഇതൊക്കെ ഈ ഇവിടുത്തെ നീതിയും നിയമങ്ങളുമൊക്കെ ഭരിക്കുന്ന ആളുകൾക്കും അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കുമുള്ളതാണ്. സാധാരണക്കാർക്കൊന്നും നീതിയൊന്നും ലഭിക്കുന്ന ഒരു സാഹചര്യവുമില്ല. അതിന് കിട്ടുമെന്നുള്ള, ഈ ഭരണത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷയും വേണം. ഇവിടെ ഇപ്പോൾ വാളയാറിലാണെങ്കിലും ഈ വണ്ടിപ്പെരിയാർ കേസിലൊക്കെ ആണെങ്കിലും കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും ക്രൂരമായ തമാശകളിലൊന്നായി എനിക്ക് തോന്നിയത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലീസ് പറയുന്നത് ഞങ്ങൾ വീണ്ടും അപ്പീൽ പോകുന്നതാണ്. അപ്പീൽ പോയിട്ടും യാതൊരു കാര്യം, അതൊരു പ്രശ്നം. അപ്പീൽ പോയിട്ട് അപ്പീൽ പോവുക എന്ന് പറയാൻ നിലവിലുള്ള തെളിവുകളും നിലവിലുള്ള വസ്തുതകളും മാത്രം വെച്ച് അപ്പീൽ ചെയ്യാൻ പറ്റൂ. അതിനുള്ള ആർഗ്യുമെന്റ്സ് മാത്രമേ നടത്താൻ പറ്റൂ. പുതിയ എന്തെങ്കിലും കൊടുക്കാൻ പറ്റൂ അപ്പീലിന്? അപ്പൊ ആ അപ്പീലിൽ പോകുന്നതും ഈ കേസ് അപ്പീൽ പോയാൽ ഹൈക്കോടതി തള്ളി എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി. കാരണം അവിടെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് വേറെ ഒന്നുമില്ല. അപ്പീലല്ല ഇതിനകത്ത് ആവശ്യം. ഇതിനകത്ത് പുനരന്വേഷണം ആവശ്യമുണ്ട്. പുനരന്വേഷണം നടത്തി ആ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പക്ഷെ അത് നടക്കില്ല. അതൊക്കെ പ്രഹസനങ്ങളാണ്, എല്ലാം പ്രഹസനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കെ.കെ. രമ പറഞ്ഞൊരു വാചകം, ഇത് ഈ ഭരണത്തിന് കീഴിൽ നടക്കില്ല എന്നാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ ഭരണം മാത്രമല്ല, ഇനി മാറിയിട്ട് വേറൊരു ഭരണം വരാൻ സാധ്യതയുള്ള ഒരു ഭരണം എന്ന് പറയുന്നത് 15% സീറ്റുള്ള BJP വരാൻ സാധ്യതയില്ല, RMP വരാൻ സാധ്യതയില്ല. പക്ഷെ വരാൻ സാധ്യതയുള്ള ഒരു ഭരണം UDF-ൻ്റെയാണ്. കെ.കെ. രമയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ ഉയർന്നിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ TP പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരിക്കലും കോൺഗ്രസിന് വേണ്ടി എന്ത് ചെയ്യില്ല, വലതുപക്ഷത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വലതുപക്ഷത്തിലാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ മറുപടി ഇപ്പം എനിക്കറിയാം, ഞങ്ങൾ UDF-ലേക്ക് ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആരാണ് വലതുപക്ഷം എന്നുള്ളതാണ്. ഓക്കെ, ആ ചോദ്യം മറുപടി പറഞ്ഞോളൂ, എന്റെ ചോദ്യം പൂർത്തിയാക്കും. ഞാൻ പറഞ്ഞത് ഇപ്പൊ പക്ഷേ ഇത്തരത്തിൽ UDF-ലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു, അല്ലെങ്കിൽ UDF-നോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കേസ് അന്വേഷണം നടന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അതായത് ഈ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വളരെ വൈകാരികമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ഇതിൻ്റെ പ്രതികൾ, കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ഇതിൻ്റെ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്നുള്ളതാണ്. കാരണം അത് പറയാൻ ചില കാരണങ്ങളുണ്ട്. കാരണം TP അതിനു മുമ്പ് മുല്ലപ്പള്ളിയുടെ വീട്ടിൽ ചെന്നിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും പുറത്ത് കൊലയാളികൾ വന്നിരുന്നുവെന്നും അവർ ചേസ് ചെയ്ത് വന്നതാണെന്നൊക്കെ പറഞ്ഞ് TP ചന്ദ്രശേഖരൻ ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം അത്ര വൈകാരികമായി പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ചില ഒത്തുതീർപ്പുകൾ നടന്നു എന്നുള്ളതാണ്. കാരണം ഒത്തുതീർപ്പുകൾ നടന്നു എന്നുള്ളത് സെക്രട്ടേറിയറ്റ് വളയൽ സമരവുമായി ബന്ധപ്പെട്ട് CPM-നോട് ഉണ്ടാക്കിയ ഒത്തുതീർപ്പുകളിലൊന്ന് ഇത് മോഹനൻ മാസ്റ്റർക്ക് മോളിലേക്ക് ഒരു പ്രതിയെയും അറസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്ന ഒത്തുതീർപ്പാണെന്നാണ്. VT ബൽറാം എന്ന് പറയുന്ന ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് MLA ഒക്കെ ആയിരുന്ന ആൾ തന്നെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് നിരാശയുണ്ട്, കാരണം ഈ കേസ് ഒത്തുതീർപ്പായതാണ് എന്നുള്ളതാണ്. നമുക്കിനി ആരിലാണ് ഒരു പ്രതീക്ഷ വെക്കാൻ കഴിയുക? അത്തരത്തിലുള്ള ആളുകളുമായി നമ്മൾ സഹകരിക്കുമ്പോൾ, RMP സഹകരിക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് പ്രയോജനം? അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. അല്ല, അങ്ങനെയല്ലത്. RMP സഹകരിക്കുന്നത് എന്ന് പറയുന്നത് ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ അതിന് ജനാധിപത്യ കക്ഷികളുമായിട്ട് കൂട്ടുചേർന്ന് മുന്നോട്ട് പോവുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു നിലപാടിനെയും അംഗീകരിച്ചു പോവുകയോ അതിനോടെല്ലാം പിന്നെ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമൊന്നും ഉണ്ടായിട്ടില്ല, അതിന് ഉണ്ടാവാനും പോകുന്നില്ല. അപ്പോൾ ഇതിനെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്നും എതിർക്കുന്നുണ്ട്, ഇന്നും എതിർക്കുന്നുണ്ട്. ഇനി വീണ്ടും അത്തരം കാര്യങ്ങളാണ് തുടർന്ന് ചെയ്യുന്നതെങ്കിലും അവിടെയും എതിർക്കുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. നഖശിഖാന്തം അതിശക്തമായി ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും സംസാരിക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ RMP പോലും തിരിച്ചറിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി
പൊളിറ്റിക്സിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്. ഞാൻ അങ്ങനെ 5ഓളം തെരഞ്ഞെടുപ്പുകൾ ഞാൻ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം ഉള്ളൊരു കാര്യം RMB മനസ്സിലാക്കാത്തൊരു കാര്യമെന്ന് എനിക്ക് വിചാരിക്കുന്നത്, കഴിഞ്ഞ തവണ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ 8 സീറ്റുകളിൽ എറണാകുളത്ത് മത്സരിക്കുകയും അതിൽ 14.5% വോട്ട് പിടിക്കുകയും ചെയ്തു. നമ്മൾ ഇപ്പം മറിയാമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ പിച്ചിച്ചട്ടിയുമായി ഒരു പ്രതിഷേധം നടത്തുകയും അത് കഴിഞ്ഞ് അടിവസ്ത്രം ഉയർത്തിക്കാട്ടി ഒരു പ്രതിഷേധം നടത്തുകയൊക്കെ ചെയ്തതിന് ശേഷം അവരിപ്പോൾ കേരളത്തിലെ ഒരു സ്റ്റാറാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞങ്ങളുടെ തന്നെ വീഡിയോ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടായ ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് ജനം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ഇവിടെയുള്ള ഇടതുപക്ഷമെന്നും വലതുപക്ഷമെന്നും ഇനി BJP എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വിളിക്കുന്ന പാർട്ടികൾ തമ്മിൽ ചില അന്തർധാരകളുണ്ടെന്നും ചില കൊടുക്കൽ വാങ്ങലുകളുണ്ടെന്നും അതുകൊണ്ടാണ് അവർ സൈലന്റ് ആയിട്ടിരിക്കുന്നത് എന്നുമൊക്കെ ആളുകൾ വിചാരിക്കുന്നുണ്ട്. അവിടെ RMB പോലൊരു പാർട്ടിക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പക്ഷെ അത്തരം തീവ്രമായി പലപ്പോഴും KK രമയോ അല്ലെങ്കിൽ RMBയുടെ നേതാക്കളൊന്നും പ്രതികരിച്ച് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞ് KM ഷാജഹാൻ തുടങ്ങിയിട്ടുള്ളൊരു സംഘടനയുണ്ട്. ആ KM ഷാജഹാന്റെ വീഡിയോകൾക്ക് പോലും നമുക്കറിയാം 5 ലക്ഷമോ 8 ലക്ഷമോ ഒക്കെ ആളുകൾ കാണുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീഡിയോകൾ പോലും ഞങ്ങൾ വളരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുള്ള വീഡിയോകൾ പോലും ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്ര പോലും രൂക്ഷമായി ഒരു സാമൂഹിക പ്രശ്നങ്ങളിൽ KK രമ എന്ന് പറയുന്ന MLA ഇടപെടുന്നില്ല എന്ന് പറയുന്ന ഒരു സങ്കടമുണ്ട്. അത് എന്താണ് പറയുന്നത്? അല്ല, അങ്ങനെയൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ ആവശ്യ കാര്യങ്ങൾ ഇടപെടേണ്ട പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാറ്റിനും ഇടപെടാൻ പറ്റില്ല, നമുക്കും പരിമിതികളുണ്ട്. RMB എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നും ആയി മാറിയിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുപോകുമ്പോഴുള്ള ഒരുപാട് പരിമിതികളും പോരായ്മകളൊക്കെ ഞങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അത് മനസ്സിലാക്കിയിട്ടാണ് ചന്ദ്രശേഖരനെ അവസാനിപ്പിച്ചത്. അതിനുശേഷം ഞങ്ങളും അത്തരം കുറേ പ്രയാസങ്ങളിൽ കൂടെ ഞങ്ങളും കടന്നു പോകുന്നുണ്ട്. പരിമിതികളുണ്ട്. അങ്ങനെയാണ് വിലയിരുത്തുന്നത്. എനിക്കറിയില്ല അതെന്താണ്. അല്ല, ഞാൻ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ഒന്നുകൂടി കൃത്യമായി ചോദിച്ചാൽ ഇപ്പോൾ PC ജോർജിനൊക്കെ കിട്ടുന്നൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പല വിഷയങ്ങളിലും അദ്ദേഹം വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും മീഡിയ മാനേജ്മെന്റ് കൃത്യമായി നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ വിശ്വാസത്തിൽ ആരും പ്രസംഗിച്ചാൽ ആരും കേൾക്കാനില്ലാത്ത ഒരാളായിരുന്നു VS എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ പ്രസംഗങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിനുശേഷം VS വൈറ്റ് ലൈനിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ കാണുന്നത് രാത്രി 12 മണിക്ക് VS വരുന്നതും കാത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് 10,000-കണക്കിന് ആളുകൾ അവിടെ നിൽക്കുന്നതാണ്. എൻ്റെ ചോദ്യം അതാണ്. കാരണം RMB എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പം ഇത്തരം ഫൈറ്റുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് CPM എന്ന് പറയുന്ന അടിമുടി പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനോടാണ്. ആ പ്രസ്ഥാനത്തിനോട് മാനേജ് ചെയ്യപ്പെടുന്നതിൽ കുറെ കൂടി ആവനാഴിയിൽ ആയുധങ്ങൾ വേണ്ടേ, കുറെ കൂടി ഇടപെടലുകൾ വേണ്ടെന്നുള്ളതാണ്. ഇപ്പം KK രമ ചോദിച്ച പോലെ തന്നെ വാളയാറിലെ പ്രശ്നം, അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറിലെ കേസ്, ഇതുപോലെയുള്ള നിരവധി കേസുകൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പ്രതികരണങ്ങൾ പോലും വളരെ സോഫ്റ്റായി പോകുന്നു എന്ന് പറയുന്ന ഒരു വിമർശനമാണ് എനിക്കെന്നുള്ളത്. അല്ല, അതിൻ്റെ മറുപടി താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. കാരണം ഞങ്ങളുടെ ശബ്ദങ്ങൾ പുറത്ത് കേൾപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്ക് കുറവാണ്. കാരണം ഈ പത്രങ്ങളായാലും മീഡിയാസായാലും അത്തരം പ്രസ്താവനകളോ പറയുന്നതോ പൂർണ്ണമായിട്ടും എടുത്തു കൊടുക്കുന്നില്ല. അതിന് ഒരു മാനേജ്മെന്റ് പലയിടത്തും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പലരുടെയും ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾക്ക് അത്തരം സംവിധാനങ്ങളൊന്നുമില്ല. പറയുന്നത് ചിലപ്പോൾ മീഡിയ ഒന്നും ആ രൂപത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതും കൂടി ആയിരിക്കാം അതിൻ്റെയൊക്കെ കാരണങ്ങൾ. അല്ല, അത് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട്, എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്നുണ്ട്. ഞാനൊക്കെ പ്രത്യേകിച്ച് ഇപ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ നിൽക്കുന്നത്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നും പ്രതികരിക്കുന്നും ഒക്കെ ഉണ്ട്. പ്രതികരിക്കേണ്ടതൊക്കെ പ്രതികരിക്കുന്നുണ്ട്, കഴിയാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു മാനേജ്മെന്റ് ഇല്ല ഞങ്ങൾക്ക് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ. അതിൻ്റെയൊക്കെ പോരായ്മകൾ ഉണ്ടാവും, പരിമിതികൾ ഉണ്ടാവും. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ മോഹനൻ മാസ്റ്ററെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ മോഹനൻ മാസ്റ്റർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ മോഹനൻ മാസ്റ്റർ പറയുന്നൊരു വാചകം, വ്യക്തിപരമായ ചില വിരോധങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നെയൊക്കെ കേസിൽ പ്രതി ചേർക്കണമെന്ന് രമേക്ക പോലെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ കേസുമായി എനിക്ക് എന്താണ് ബന്ധം എന്നത്ര ആലോചിച്ചിട്ടും, എനിക്ക് വർഷങ്ങളായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ടും പിടികിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ KK രമ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വ്യക്തമായ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞനന്തനെതിരെ ഉള്ള തെളിവുകൾ പോലെ തന്നെ മോഹനൻ മാസ്റ്റർക്കുമെതിരെയുള്ള തെളിവുകളുണ്ട്. പക്ഷേ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ചില ഒത്തുതീർപ്പുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് മോഹനൻ മാസ്റ്ററൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ 20 മാസങ്ങളാണ്, അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തേണ്ട 20 മാസങ്ങളാണ് ഈ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് എന്നാണ് അദ്ദേഹം
പറയുന്നത്. ഇത് തികച്ചും വ്യക്തിപരമായ വിദ്വേഷങ്ങളാൽ പറയുന്ന, അല്ലെങ്കിൽ അത് മാത്രം കൊണ്ട് മാത്രം അദ്ദേഹത്തെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്, ഇപ്പോഴും ഇങ്ങനെ താറടിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്താ വ്യക്തിപരമായ വിരോധം വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല, കാരണം സ്നേഹം ഉണ്ടാവേണ്ടതാണ്. കാരണം കല്യാണം വരെ ആലോചിച്ച് നടത്തിയ പാർട്ടിയായിട്ട്, ഞങ്ങളെ വീടുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ഞങ്ങൾ സ്വപ്നത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇവരൊക്കെ ഇതിന്റെ പിറകിൽ ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത്? വിരോധം വന്നത് എപ്പോഴാ? ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം മാത്രമാണല്ലോ. ഇതിൽ പ്രതി ഇവരാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണല്ലോ വിരോധം വന്നത്. അതുവരെ എന്ത് വ്യക്തിപരമായ വിരോധം ഉണ്ടാവേണ്ടത്? എന്തിനാണ് പിന്നെ ഈ ജയിലിൽ പോയിട്ട് ഇവരെയൊക്കെ കാണാൻ കുഞ്ഞിനെ പി മോഹൻ പോയത്? എങ്ങനെയാണ് ഈ കേസിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നല്ലോ ഇൻവോൾവ് ആയത്? എങ്ങനെയാണ്? തെളിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ ഇപ്പോൾ പറയുന്ന കുറേ ന്യായങ്ങൾ മാത്രമാണ്. പക്ഷേ ശിക്ഷിച്ചില്ല, അങ്ങോട്ടേക്ക് പൂർണ്ണമായിട്ടും ആ തെളിവുകളൊന്നും കോടതി സ്വീകരിച്ചിട്ടില്ലായിരിക്കാം ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ ഏതായാലും കേസിൻ്റെ അപ്പീൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം വിശദാംശങ്ങൾ ഇപ്പോൾ പോകേണ്ടതില്ല. ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസിൻ്റെ അപ്പീൽ നടക്കുകയാണ്. നമുക്ക് നോക്കാം, കിട്ടുമോ നോക്കാം. ഈ പിണറായി വിജയൻ ഏതാണ്ട് ഒരു പ്രസംഗിക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ, പി ജയരാജനുമൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ അതിന് മുമ്പ് നടത്തിയിട്ടുള്ളൊരു കാര്യമാണ് കുലംകുത്തി എന്ന് പറയുന്നൊരു വാചകം. അതിനുശേഷം പോലും പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ വളരെ ധൈര്യത്തോടുകൂടി ഇത്തരം നിഷ്ഠൂരമായിട്ടുള്ളൊരു കൊലപാതകം നടന്നതിന് ശേഷവും പറഞ്ഞത് കുലംകുത്തി എന്നും കുലംകുത്തി തന്നെയാണെന്നാണ്. ഇത് പലവട്ടം കേരള സമൂഹം കേട്ടതാണ്, ഇതിൽ പുതുമയൊന്നുമില്ല. പക്ഷെ എൻ്റെ ചോദ്യം, ഇത്രമാത്രം ധിക്കാരത്തോടുകൂടി ഒരു നേതാവിന് സംസാരിക്കാൻ കഴിയുന്ന ലെവലിലേക്ക്, അതാണ് ഞാൻ ആദ്യം ചോദിച്ചു നിർത്തിയത്, ലെവലിലേക്ക് ഈ CPM-നെയും പാർട്ടിയൊക്കെ വളർത്തിയത് ഇത്തരത്തിൽ അടിമകളായിട്ടുള്ള, എന്ത് പറഞ്ഞാലും അതിനെ ഏറാൻമൂളി കേൾക്കുന്ന ഒരു വിഭാഗത്തെ പടുത്തുയർത്തുന്നതിൽ KK രമയും കുടുംബത്തിനും അതുപോലെ TP ചന്ദ്രശേഖരനും ഒക്കെ പങ്കുണ്ട്. കാരണം പോലെയുള്ള ആളുകൾ ഇപ്പൊ TP അടക്കം ഏതാണ്ട് 42 വയസ്സ് വരെ ഈ പാർട്ടിക്ക് വേണ്ടി തന്നെ ജീവിച്ച ഒരാളാണ്. KK രമയൊക്കെ ഓർമ്മ വെക്കുന്ന കാലം മുതൽ ഈ പാർട്ടിക്കാരിയാണ് എൻ്റെ ഒരു ഓർമ്മ, എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതൊന്നല്ല, പഴയകാല പാർട്ടി ഒന്നല്ലല്ലോ. പിന്നെ പഴയ കാലത്തുള്ള പാർട്ടി അല്ല ഇപ്പോഴത്തെ പാർട്ടി. ഇപ്പോഴത്തെ പാർട്ടി മാത്രമേ ഇങ്ങനെയുള്ളൂ. നമ്മുടെ നാട് ഈ രൂപത്തിലേക്ക് ആകി മാറുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വഹിച്ച പങ്കൊന്നും ചെറുതൊന്നുമല്ല. എത്ര നിസ്വാർത്ഥരായ നേതാക്കന്മാർ അതിനകത്തുണ്ടായിരുന്നു. അപ്പം അന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. ആ പാർട്ടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അതിൻ്റെ അഭിമാനം ഇപ്പോഴും ഉണ്ട്, അതിലൊന്നും ഒരു തർക്കമില്ല. അഭിമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നാനാരും ചടയനും ഒക്കെയുള്ള ഒരു പാർട്ടി എന്നൊക്കെ പറയുന്നത് ഏത് കൃഷ്ണപിള്ളയുടെ ഒക്കെ പാർട്ടി, ഏതൊക്കെ പാർട്ടിയായിരുന്നു? കേജിയെ പോലെയുള്ള അവണ് ഈ പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് പറയുന്നത്. ഇടയ്ക്ക് എപ്പോഴോ അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പാർട്ടിയോട് ഉള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ സ്നേഹം സൂക്ഷിക്കുന്നതുകൊണ്ട് കൃത്യമായി പറഞ്ഞൊരു വാചകം, തെറ്റാണെങ്കിൽ തിരുത്താം, പറഞ്ഞൊരു വാചകം, പാർട്ടി എന്തെങ്കിലും മാറുമെന്നും തിരികെ വിളിക്കുമെന്നും ഒറ്റ പാർട്ടിയായി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുമൊക്കെ ഈ കൊലപാതകത്തിന് തൊട്ടു മുമ്പ് വരെ രമ വിചാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും അത്തരത്തിലുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അതെ, പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു വികാരമായിരുന്നു ആ സമയത്ത്. അല്ലാതെ എന്താ, നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് ജനിച്ച് വീണത് മുതൽക്കേ കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ അത് തന്നെയായിരുന്നല്ലോ. ആ പാർട്ടിയെക്കുറിച്ചായിരുന്നു, അതിൻ്റെ ചർച്ചകളാണ്, ആ അന്തരീക്ഷമാണ്. എല്ലാ അർത്ഥത്തിലും വളർന്ന ഞങ്ങളുടെയൊക്കെ സിരകളിൽ ആ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു ആളുകളാണ്. അപ്പോൾ ഒരു പാർട്ടിയുടെ കൂടെ ഇങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആ സമയത്ത്. ഈ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ പറഞ്ഞ് അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ള പാർട്ടികൾ മുഴുവൻ പിന്നീട് സ്വേച്ഛാധിപതികളുടെ കീഴിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇതിനേക്കാളൊക്കെ തീവ്രമാണ് എന്ന് പറഞ്ഞാൽ, വ്ളാദിമിർ പുടിൻ്റെയൊക്കെ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ബൾഗേറിയയിലിരുന്ന് ഒരു ജേർണലിസ്റ്റ് ലേഖനം എഴുതുമ്പോൾ, അയാൾ നിരന്തരമായി അങ്ങനെ ലേഖനം എഴുതുമ്പോൾ അയാൾ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ്. ഏറ്റവും കുറഞ്ഞത്, ഞാനിപ്പോൾ പേരുകൾ പറയുന്നില്ല, ഇന്റർവ്യൂ കിട്ടും, 38 പേരെങ്കിലും അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സോ നമ്മൾ വളരെ സുന്ദരമായ മാനവികതയാണെന്നും മനുഷ്യ സ്നേഹമാണ് മാർക്സിസം എന്നും അപരൻ്റെ വാക്കുകൾ സംഗീതം പോലെ കേൾക്കാൻ കഴിയുന്ന ഒരു കാലം വരണമെന്നും ഒക്കെ പറയുന്ന ആളുകൾ ഇതൊക്കെ മൈക്കിന് മുമ്പിലും പുറമേ പറയുന്ന കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ലോകത്തിന് ഭരണാധികാരിയുമില്ല. ഇപ്പൊ വളരെ അപൂർവം ചില രാഷ്ട്രങ്ങളിൽ, ചെറിയ രാഷ്ട്രങ്ങളുണ്ടാവും, ഇപ്പൊ ക്യൂബ പോലെ. തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മളതൊക്കെ വിട്ടു പോകുന്നത്. പക്ഷെ എപ്പോഴും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പ്രത്യയശാസ്ത്രത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്തെ മാറ്റാൻ കഴിയും എന്നുള്ള വിശ്വസിച്ച് പോവുകയാണ്. ഇനി കുറെ കഴിയുമ്പോൾ അതിലും മാറ്റം വരണമെന്ന് ആലോചനകൾ ഉണ്ടാകുമ്പോൾ അപ്പോഴും മാറ്റം ഉണ്ടാവുമല്ലോ, മാറിക്കൊണ്ടേയിരിക്കും. ഈ വ്യക്തിപരമായ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പിന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു TPയുടെ അനിയൻ്റെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞത്. ആ കല്യാണത്തിന് ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെല്ലുകയും അവിടെ നിൽക്കുകയും അങ്ങനെ അവിടെ നിന്ന് നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേർ വന്ന്
കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിലൊന്നും പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. കാരണം സത്യത്തിൽ വളരെ നേരത്തെ പറഞ്ഞ വളരെ അഗ്രസീവായ TP വളരെ അഗ്രസീവായി മാർക്സിസത്തെയും അതുപോലെ തന്നെ SFIയെയും പഠനവും പോരാട്ടവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന KK രമയും തമ്മിലുള്ള ഒരു അടുപ്പം എങ്ങനെയായിരുന്നു, പ്രണയം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇതില്ല എന്ന് പറയുമ്പോൾ, വളരെ അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറയുമ്പോൾ, അതിനു മുമ്പ് KK രമേനെ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾക്കാർക്കും അറിയില്ല. കാരണം ഇത് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഒരു ദിവസം താമസിച്ചു, അപ്പോൾ എന്നെ ആളുകൾ വന്ന് ഇത് ചന്ദ്രശേഖരൻ്റെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് വന്ന് കാണുകയുണ്ടായി എന്നൊക്കെ ഉള്ളത്. അല്ല, അതൊക്കെ സത്യമാണ്. ഞാൻ അതിലൊന്നും പ്രശ്നമല്ല. ഞങ്ങളെ അങ്ങനെ നേരത്തെ പ്രണയിച്ചിട്ടോ ഒന്നുമല്ല, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ അവിടെ പോകുന്നൊരു സഖാവ് നിലയ്ക്കാണ്, ഞങ്ങളുടെ ഒരു ലീഡറാണ്, എൻ്റെ ചേച്ചിയുടെ നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് ഒക്കെ വന്നൊരാളാണ്. ആ ഒരു നേതാവ് എന്നുള്ളൊരു ബഹുമാനവും സ്നേഹവും മാത്രമേ ആ സമയത്തുള്ളൂ. അങ്ങനെയാണ് അവിടെ പോകുന്നത്. പക്ഷെ അവിടെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു. കാരണം വെച്ചാൽ ചന്ദ്രശേഖരൻ കല്യാണം കഴിക്കാതെ അനിയൻ കല്യാണം കഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ചന്ദ്രശേഖരൻ്റെ മനസ്സിൽ ഏതോ പെണ്ണുണ്ട് എന്നിട്ട് അവരങ്ങ് ധരിച്ചു. അപ്പൊ അവിടെ പോയത് ഇന്നയാളായിരിക്കും എന്നുള്ളൊരു ധാരണയിൽ വന്നതാണത്. അപ്പൊ അല്ലാതെ ചന്ദ്രശേഖരൻ അങ്ങനെ അടുപ്പോ അല്ല, ആ സമയത്തില്ലല്ല, അടുപ്പമൊന്നുമില്ല, അങ്ങനെ അടുപ്പമൊന്നുമില്ലേ. എന്നാൽ ഒരു സഖാക്കൾ എന്നുള്ള ബന്ധമല്ലാണ്ട് ഇതിലപ്പുറത്തേക്ക് ഒരു ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പാർട്ടി പ്രപ്പോസൽ അങ്ങനെ കൊണ്ടുവന്നപ്പം, പാർട്ടി മീൻസ് അന്നും ചന്ദ്രശേഖരൻ്റെ സുഹൃത്തുക്കളാണ്, SFIക്കാരാണ് അത് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് അതിനെ ആലോചിക്കുകയും പിന്നീട് അത് പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തുള്ളൂ. ഈ CPM എല്ലാ കാലത്തും ഭയപ്പെട്ടിരുന്നത്, CPM വിട്ടിട്ട് ഒരു കോൺഗ്രസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ BJPയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് CPMന് അത്ര വലിയ പ്രശ്നമല്ല. കാരണം CPMന് തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഞാൻ ചെന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള പല CPM നേതാക്കന്മാരും, ഇപ്പോൾ അനിൽകുമാർ ആണെങ്കിലും ഈവൻ മോഹൻ മാസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ വസീഫ് ആണെങ്കിലും ഇതുപോലെയുള്ള നിരവധി നേതാക്കന്മാരെ ഞാൻ ചെന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ചില ഞാനിപ്പോൾ മുഴുവൻ പറയുന്നില്ല, പക്ഷെ ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ കോൺഗ്രസ്സുകാരനാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് നിങ്ങളത് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് എതിർക്കാം. പക്ഷേ അല്ലാത്തൊരു ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്കതിനോട് പലപ്പോഴും ഭയമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരതിനെ വല്ലാതെ അസ്വസ്ഥരാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അസ്വസ്ഥത സത്യത്തിൽ എത്രയോ കൂടുതലായിരിക്കും ഒരു CPMനെ വെല്ലുവിളിച്ചുകൊണ്ട് 80% പേർ ഈ പാർട്ടിയിലേക്ക് വരുന്നു, ആ പാർട്ടി കേരളം മുഴുവൻ വ്യാപിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള ഒരു നാഷണൽ പാർട്ടിയായിട്ട് പല ആളുകളുമായിട്ട് യോജിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതത്രയും ഗൗരവത്തോടുകൂടി CPM കാണും എന്ന് പറയുന്ന ഒരു മുൻകരുതലുകൾ ഒക്കെ എടുക്കേണ്ടതായിരുന്നില്ല എന്നാണ് ചോദ്യം. കാരണം ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഞാൻ ഇപ്പോഴല്ല കേട്ടോ, ഞാനിത് 2012 മെയ് 4 സംഭവം അന്ന് മുതൽ ഞാൻ ഏറ്റവും ആദ്യം വന്നപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജീവിതത്തിൽ കാണണം എന്നൊരു ആഗ്രഹിച്ച ഒരാളാണ് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അങ്ങനെ രാവിലെ മുതൽ സഞ്ചരിക്കുന്നത് ബൈക്കിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറെ കൂടി ഒരു ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു എന്ന് തോന്നി. എന്ത് ജാഗ്രത പുലർത്താനാ? കൊല്ലണം വിചാരിച്ച ആൾക്കാർക്ക് എവിടെ നിന്നാ കൊല്ലാൻ പറ്റാത്തത്? നിങ്ങൾ പിന്നെ നല്ല സെക്യൂരിറ്റിയിൽ 4 ആൾ കൂടെ പോകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലേ? വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ചെയ്യാൻ പറ്റില്ലേ? അതിനൊന്നും ഒരർത്ഥമില്ല. ഒരാൾക്ക് കൊല്ലണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതന്നെ ചന്ദ്രശേഖരൻ പറഞ്ഞല്ലോ, അവർ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എവിടെ നിന്നായാലും കൊല്ലും. അതിന് ഞാൻ പിന്നെ ബൈക്കിൽ ഒഴിവാക്കി കാറിൽ പോയത് കൊണ്ടോ ജീപ്പിൽ പോയത് കൊണ്ടോ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന് അറിയായിരുന്നു നന്നായിട്ട്. അതിലൊന്നും ഒരർത്ഥം. എന്താണ് RMPയുടെ ഭാവി പ്ലാനുകൾ? എങ്ങനെയാണ് അത് വികസിക്കാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ മറ്റ് പല ഇന്ത്യയിലെ തന്നെ മറ്റു പല പാർട്ടികളുമായിട്ടൊരു യോജിപ്പ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ഞാൻ പറയുന്നത് അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കാരണം കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ 2020ക്ക് ഇത്തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു, ബാക്കിയുള്ള ആളുകൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു. അതിൻ്റെയൊക്കെ പരിമിതിയും എനിക്കറിയാം. തീർച്ചയായിട്ടും ഫണ്ടടക്കം, ആളുകളുടെ സാന്നിധ്യം അടക്കം, അല്ലെങ്കിൽ പ്രവർത്തകരുണ്ടാവുന്ന അടക്കം വലിയ പരിമിതിയാണ്. മീഡിയയിലേക്ക് അറ്റൻഷൻ കിട്ടുന്നതൊക്കെ വലിയ പരിമിതിയാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ സാധ്യമാണ് ഒരു പരിധിവരെ. കാരണം സാധാരണ നമ്മളൊരു സാറ്റലൈറ്റ് ചാനലുകളിൽ ഒരു സ്പേസ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ ഒരു സ്പേസ് കിട്ടിയില്ലെങ്കിലൊക്കെ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ കാലഘട്ടം അതല്ല. അപ്പോൾ പത്രമാധ്യമങ്ങളുടെ സർക്കുലേഷൻ കുറയുകയാണ്. 1600ഓളം സാറ്റലൈറ്റ് ചാനലുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ 5 കൊല്ലത്തിനൊക്കെ. നഷ്ടത്തിലാണ് പല ചാനലുകളും. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആർക്കും ജേർണലിസ്റ്റ് ആകാൻ കഴിയുന്ന, ആർക്കും സ്വയം പ്രകടിപ്പിക്കാൻ കഴിയാവുന്ന നിരവധി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഒറ്റപ്പെട്ടിട്ടുള്ള നിരവധി ശബ്ദങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. അവർക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്നുണ്ട്.
അറിയിച്ചെടുത്തി മുതൽ നിരവധി ആളുകൾ. അപ്പോൾ അതിനെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് RMP ഒരു വലിയ ശക്തിയായി മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? എന്താണ് പ്ലാൻ? എന്താണ് ഭാവി? അല്ല, അതൊക്കെ നേരത്തെ ആലോചിച്ച് തുടങ്ങിയതും പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ അത്തരത്തിൽ ഒരു മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ CPM അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ വേരോടിയ കുറേ ഒരു സ്ഥലമാണ്. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എളുപ്പമല്ല. നിങ്ങൾ വിചാരിച്ച പോലെ 2020 ഒക്കെ ആ സമയത്ത് വന്നതാണ്, കുറച്ച് കഴിഞ്ഞാൽ അത് പോയി. ഇതൊക്കെ കുമ്പളകളാണ്, അതൊക്കെ പൊട്ടിപ്പോവും വേഗം. അതല്ലാതെ തരത്തിൽ അടിയുറച്ച് ആശയപരമായിട്ട് ശക്തമാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യുക. എളുപ്പമല്ല, അത് കൊണ്ടുപോകുന്നുണ്ട്, മുന്നോട്ട് പോകും. അല്ല, പഴയ പോലെ അല്ല ഒരു ഇന്ത്യൻ രാഷ്ട്രീയം. ഇപ്പൊ നമ്മള് രാഷ്ട്രീയം തന്നെ ആം ആദ്മി പാർട്ടിക്ക് എടുത്തു വെച്ചാൽ നമുക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും വരാത്ത പോലെ ഇപ്പൊ രൂപീകരിച്ച ഏതാണ്ട് 2 കൊല്ലത്തിനകം അധികാരത്തിലേക്ക് വന്നു. പഞ്ചാബിൽ 10 കൊല്ലം കണ്ട് അധികാരത്തിലേക്ക് വന്നു. അത് മാത്രമല്ല, കേരളത്തിൽ വേറെ ഇവിടെ ഇല്ലല്ലോ. അല്ല, കേരളത്തിൽ വേറെ, കേരളത്തിലെ രാഷ്ട്രീയം വേറെയാണ്. അത് മാത്രമല്ല, രാഷ്ട്രീയം മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഇന്നത്തെ കാലാവസ്ഥയല്ല നാളെ ഇപ്പം കേരളത്തിൽ തന്നെ ഇപ്പം BJPക്ക് എതിരായിട്ടുള്ള വലിയ ഫാസിസം, കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് എല്ലാവരും ഒന്നിച്ച് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം പ്രസക്തി ഇല്ല. ഇപ്പോൾ സത്യത്തിൽ വലിയ ആ വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള ശക്തമായ ഐക്യവും മുന്നേറ്റവും ഉണ്ടാകേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഇന്നുള്ളത്. അവിടെ ഈ ചെറിയ ചെറിയ വിഷയങ്ങളിലേക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയം വലിയ പ്രശ്നമാണ് ഇപ്പം. ഇപ്പം നമുക്ക് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്ന അതിൻ്റെ ചർച്ചകൾ പോലും വഴിതിരിച്ചു വിടുന്ന CPM. നമ്മൾ കാണാതിരിക്കരുത്. കാരണം വെച്ചാൽ അവരിപ്പം ഞങ്ങൾ പോകുന്നില്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു. അവിടെ പോകുന്നോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ വിഷയം. നമ്മൾ ജനങ്ങളെ നീറുന്ന എത്രയേറെ വിഷയങ്ങൾ ഇവിടെയുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യണ്ടേ. അവിടെ വിശ്വാസമുള്ളവർക്ക് പോകുമോ, വിശ്വാസമുള്ളവർക്ക് പോകാതിരിക്കുകയോ എന്തോ ചെയ്യാം, അതല്ല പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു ഇതിലേക്ക് രാഷ്ട്രീയത്തെ ആ തരത്തിലേക്ക് വഴിതിരിച്ച് വിടുന്നു എന്നുള്ള ആലോചന നമ്മൾ നടത്തണം. അങ്ങനെ ചില തന്ത്രങ്ങൾ നടക്കുകയാണ് അധികാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് CPM ചെയ്യുന്നത് എന്താ, അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അതിന് വളം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അത് കോൺഗ്രസിന്റെ ഒരു ദൗർബല്യം കൂടിയാണ്. കാരണം കോൺഗ്രസിന് ഇതേവരെ ഒരു തീരുമാനം പറയാൻ പറ്റിയില്ല. അല്ല, അതൊക്കെ വെറുതെയാണ്. കോൺഗ്രസ് അതിൽ തീരുമാനം പറയേണ്ടതില്ല. ഞാൻ വിചാരിക്കുന്നത് അത് അവരെടുക്കേണ്ട നിലപാട് ഇതായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ വിശ്വാസികൾക്ക് പോകണം അല്ലെ പോകാതിരിക്കും, അതല്ല പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ഇന്ത്യയിലൂടെ. അയോധ്യ ക്ഷേത്രമാണോ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? അവർ ഭാരത് ജോഡോ യാത്ര വീണ്ടും തുടങ്ങാതിരിക്കുന്നു, ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്. അതല്ലേ ചെയ്യേണ്ടത്? എന്തിനാണ് ഒരു വിശ്വാസത്തിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുപോകുന്നത്? അത് മൈൻഡ് ചെയ്യാതിരിക്കല്ലേ സാധാരണ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്താണ് നമ്മളത് വലിയ ഇഷ്യൂ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യം? അതാണ് നമ്മൾ നടക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നതാണ്. ഇത്തരം വിശ്വാസത്തിൻ്റെ പേരിൽ ചെറിയ ചെറിയ വൈകാരികതയുടെ പേരിലേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നേയില്ല. ഇവിടെ മനുഷ്യർക്ക് വീടില്ലാതെ, ഭക്ഷണമില്ലാതെ യാതന വയ്ക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണ്ടേ? ഈ വിശ്വാസമാണോ അഡ്രസ്സ് ചെയ്യേണ്ടത്? നമ്മൾ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറയുന്നതാണ്. അതല്ല കാലഘട്ടം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം. ഇന്ന് ഈ ജാതി സെൻസസ് എടുക്കണമെന്നറിയാം. എവിടെയാണ് എടുക്കുന്നത്? സാധാരണ ജാതി, ഈ വരേണ്യവർഗത്തിൻ്റെതല്ലാതെ സവർണ ബോധത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതല്ലാതെ മറ്റെന്താണ് നടക്കുന്നത്? അരക്ഷിതമല്ലേ നാട്? നിങ്ങൾ നോക്കൂ, കേരളത്തിൽ തന്നെ ഭൂമിയില്ലാത്ത മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഈ ആദിവാസികളുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കണം. ഞാനിപ്പോൾ അടുത്ത് ആദിവാസികളുടെ കുറേ യാത്രകൾ ചെയ്തു. അവരുടെ ഭൂമി വിഷയമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അവർ നടക്കുകയാണ്, അവർക്കൊരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് കയറി ഇറങ്ങുകയാണ് ഓഫീസുകളിലേക്ക്. അവർ മൈൻഡ് ചെയ്യുന്നില്ല ഉദ്യോഗസ്ഥന്മാർക്ക്. അവരെ അഡ്രസ്സ് ചെയ്യാൻ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല. എന്താ ചെയ്യാത്തത്? അവർക്ക് ഒരു കഷ്ണം കടലാസ് പട്ടയം കൊടുത്തു എന്ന് സർക്കാർ പറയുന്നു. ഈ പട്ടയം കൊണ്ട് ഞങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്ന് അവർക്കറിയില്ല. ഈ പട്ടയം കൊടുത്ത ഭൂമി എവിടെയാണെന്ന് അവർക്കറിയില്ല. ഈ ആദിവാസികൾ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ കയറി ഇറങ്ങുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ആട്ടിയിറക്കുകയാണ് അവരെ. എന്താ കാരണം? അവരുടെ വേഷം, അവരുടെ നിറം. അതാണ് ഇന്നിവിടെ പ്രധാന വിഷയം. എല്ലായിടത്തും സവർണ ബോധമാണുള്ളത്. ആ സവർണ ബോധമാണെന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയി പറയണം ഈ പാവങ്ങൾ? ആരാണ് ഇവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്?
ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ വോട്ട് ബാങ്ക് കൺസോളിഡേറ്റഡ് അല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ രമ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദിവാസികളുടെ നമ്പർ വെറും 2 ലക്ഷത്തോളം ഉള്ളൂ. SC ST ട്രൈബൽ എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 35 ലക്ഷത്തോളം ഉള്ളൂ. ഇത് കൃത്യമാണ്. കേരളത്തിലേക്കുള്ള ഫണ്ടുകൾ ഇത്രത്തോളം വന്നിട്ടും ഇവരാരും വലിയ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അവരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവിനെ പോലും, ഇപ്പൊ CK ജാനു എന്നൊക്കെ പറഞ്ഞ നേതാവ് പോലും അങ്ങോട്ട് ക്ലച്ച് പിടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഉയർത്തിക്കൊണ്ടുവരേണ്ട പ്രതിപക്ഷ പാർട്ടികളില്ല. എനിക്ക് അതിൽ പോലും വിയോജിപ്പ് നിങ്ങളോട്. നിങ്ങൾ ക്ലച്ച് പിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്ലച്ച്? എന്താണ് ക്ലച്ച് പിടിക്കുക? അല്ല, അവരെ നേതാവായിട്ട് ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു വിഗ്രഹമാക്കി കൊണ്ടുവെക്കലാണോ പ്രശ്നം? അവരുയർത്തുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ആ പ്രദേശത്ത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലേ? അവരുയർത്തിയ വിഷയമല്ലേ പ്രശ്നം? ഇവിടെ ഇതില് നമ്മുടെ കൺസെപ്റ്റ് അതാണ്. ഒരു നേതാവ് ഒരു പൊതുസമൂഹത്തിന്റെ ഒരു കൺസെപ്റ്റ് അതാണ്. ഞാൻ വിശദമാക്കാം അത്. ഈ പറയുന്ന ഇപ്പൊ ഒഡീഷ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റില് ഇപ്പൊ ഇത്തരത്തിലുള്ള ട്രൈബൽ അല്ലെങ്കിൽ വില്ലേജിലുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെയുള്ള നവീൻ പട്നായിക്, ബിജു പട്നായിക്കൊക്കെ അവർ ശരിക്കും കളിക്കളങ്ങൾ നിർമ്മിക്കുകയും കുട്ടികളെ സ്പോർട്സിലേക്ക് ആകർഷിക്കുകയും അവർക്ക് 1500 രൂപ പ്രതിമാസം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് അവരുടെ കുട്ടികളെ മെച്ചപ്പെടുത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായില്ല. ഒന്ന്. രണ്ടാമത്, നേതാവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് നേതാവ് ചെയ്യുന്ന ഒരു പരിശ്രമത്തെ കുറച്ച് കണ്ടതല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ട്രൈബൽ അല്ലെങ്കിൽ വില്ലേജ് ആദിവാസികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ ഒന്നിച്ച് അണിനിരത്തുകയും അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫണ്ടെങ്കിലും കൊള്ളയടിക്കുന്ന ആളുകളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രമകരമായ പണിയേക്കാൾ വളരെ എളുപ്പമാണ് തീർച്ചയായിട്ടും ഒരു ഹിന്ദുത്വ എന്ന് പറയുന്ന അല്ലെങ്കിൽ രാമജന്മഭൂമി എന്ന് പറയുന്ന പ്രശ്നം ഏൽക്കുന്നത്. ഇപ്പൊ തന്നെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഫലസ്തീൻ, ഇസ്രായേൽ, ഗസ പ്രശ്നം ഇത്ര വലിയ പ്രശ്നമാകുന്നതെന്ന് ചോദിച്ചാൽ ഇതേ ടാക്ടിക്സ് ആണ്. തീർച്ചയായിട്ടും ഞാനത് സമ്മതിക്കുന്നു, അത് തെറ്റായ ടാക്ടിക്സ് ആണ്. പക്ഷെ ആ ടാക്ടിക്സിനെ എതിർക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്തം ആർക്കൊക്കെ ഉണ്ട്. ആ എതിർ ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എതിർ ശബ്ദങ്ങളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ ഞാൻ പറയുന്ന മീഡിയാസ് ആയാലും, മീഡിയ ആണല്ലോ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ഈ മീഡിയാസ് പോലും അത്തരം വിഷയങ്ങളെ കേൾക്കാനേ നോക്കാനേ പോകുന്നില്ല, അതറിയാനേ പോകുന്നില്ല. അങ്ങനെ പറയുന്ന ആളുകളെ കേൾക്കുന്നില്ല, അങ്ങനെ പറയുന്നത് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അല്ല, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇതൊക്കെ ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് ഇന്നുള്ളത്. അവര് മാത്രമാണ് ഭരിക്കുന്നത്, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതാണ് വോട്ട്. നേരത്തെ താങ്കൾ വോട്ട് മാത്രമാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടുക. കാരണം ഇവിടെ ചെറു ന്യൂനപക്ഷത്തിന്റെ വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിൽക്കേണ്ടത്, പക്ഷേ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടണം. അതിനു വേണ്ടിയിട്ട് അവരുടെ ഒരു ഇഷ്യൂ, അവരുടെ ഒരു വൈകാരികമായ ഒരു കാര്യത്തിനെ എടുത്തു പിടിച്ച് അഡ്രസ് ചെയ്ത് കൊണ്ടുവരിക. അതല്ലാത്തൊരു നീക്കം ആരാണ് നടത്തേണ്ടത്? അവിടെയായിരുന്നല്ലോ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തെ പറയുന്നത്. ആ ഇടതുപക്ഷം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നവും. അപ്പൊ ഇതൊക്കെ ആരോട് പറയും, ആര് ചെയ്യും? പ്രധാന വിഷയമല്ലേ? അടിസ്ഥാന പ്രശ്നം. ഒരു മനുഷ്യന്റെ അടിസ്ഥാനം അവനൊന്ന് ജീവിക്കാൻ ഒരു കൂര ഉണ്ടാവുക എന്നുള്ളതാണ്, ഒരടി മണ്ണുണ്ടാവുക എന്നതാണ്. KK രാമൻ, ഞാൻ പല വീഡിയോകൾ ചെയ്തപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യരെ മാറ്റിക്കൊണ്ട് അവൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഫീലിങ്ങുകളിലേക്ക്, അതായത് നേരത്തെ പറഞ്ഞ അവൻ്റെ വിശ്വാസങ്ങളിലേക്ക്, വൈകാരികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ലോകത്തെവിടെയും ഇപ്പം നടക്കുന്നൊരു കാര്യമാണ്. അത് തന്നെ വളരെ ഫലപ്രദമായി കൃത്യമായി ഉപയോഗിക്കപ്പെട്ടതാണ് രാമജന്മഭൂമി അടക്കമുള്ള പ്രശ്നങ്ങൾ. ഇവിടെ ഇപ്പോൾ ഫലസ്തീൻ ഇഷ്യൂ പോലും എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്കിനെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടാണ് CPM അതിന്റെ ചാമ്പ്യനായി മുന്നോട്ട് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു. പക്ഷെ എൻ്റെ ചോദ്യം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുള്ളത്. ഈ മീഡിയകളിൽ 45% ഇപ്പോഴും അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന പരസ്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ KK രമയോ അല്ലെങ്കിൽ ഹരികൃഷ്ണനെയോ അല്ലെങ്കിൽ വേറെ ആസാദിനെയോ പോലെയുള്ള ആളുകളെ കേൾക്കാൻ അവർ ചിലപ്പോൾ തയ്യാറാവില്ല. അവിടെയാണ് എൻ്റെ ചോദ്യം. ഇതിന് കൃത്യമായൊരു സ്ട്രാറ്റജി വേണ്ടേ? അല്ലാതെ നമ്മൾ വളരെ നമ്മുടെ ഇന്റൻഷൻ വളരെ ഹോണസ്റ്റ് ആണ്, നമ്മുടെ താല്പര്യങ്ങൾ വളരെ സിൻസിയറാണ്, നമ്മളിവിടെ വാളയാറിലെ പെൺകുട്ടിക്ക് വേണ്ടിയും വണ്ടിപ്പെരിയാറിലെ കുട്ടിക്ക് വേണ്ടിയും നമ്മൾ സംസാരിക്കും. വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ കാര്യത്തിൽ എന്നോട് ചോദിച്ചു, ഞാനിപ്പോൾ പേഴ്സണലി ഞാൻ മറുപടി പറയേണ്ടതാണ്, പക്ഷെ എന്നോട് ചോദിച്ചു അവിടെ പോകണം എന്നുള്ളത്. പെട്ടിമൂടി ദുരന്തമുണ്ടായി മണ്ണ് വന്ന ആളുകളിലേക്ക് വീണുപോയ
വർഷങ്ങളായി, അതായത് തലമുറകളായി അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തോട്ടം തൊഴിലാളികളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട അവിടെയുള്ള അസിസ്റ്റന്റ് മാനേജറുടെയും മാനേജറുടെയും ഒക്കെ എന്ത് വൃത്തികേടിനും കൂട്ടു നിൽക്കേണ്ടി വരുന്ന പാവം പിടിച്ച ആളുകളാണ്. അതിൽ 6 വയസ്സുള്ള പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ 3 വയസ്സ് മുതൽ ആ പെൺകുട്ടി എന്ത് ചെയ്താണ്, പീഡനം അനുഭവിച്ചാണ്. എന്നിട്ട് ഒരു ചാനലിൽ ഇരുന്ന് എന്ത് ചെയ്യാണ്, ആ ആളെ എന്ത് ചെയ്യാണ്, ആളെ ഇന്റർവ്യൂ എടുത്താണ് നമ്മൾ പ്രതിയായിട്ടുള്ള ആളെ. അപ്പൊ അവിടെയാണ് എന്റെ ചോദ്യം. RMP പോലെയുള്ള ആളുകൾക്ക് ഇതിനെ നേരിടാനൊരു സ്ട്രാറ്റജി വേണ്ടേ? കാരണം ഇപ്പൊ പഴയ പോലെ അല്ല, നേരത്തെയുള്ള സോഷ്യൽ മീഡിയകൾ വളരെ ശക്തമാണ്. ഡെക്കാൻ ഹെറാൾഡിന്റെ ഒരു ലേഖനത്തിൽ വന്നിട്ടുള്ളത് 2016 കേരളത്തിലെ 65 സീറ്റുകളിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ സ്വാധീനമുണ്ടായി എന്നുള്ളതാണ്. വിജയമോ തീരുമാനിക്കാൻ. 2021 കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടില്ല, കാരണം ഒരു സോഷ്യൽ സ്റ്റഡി എടുത്തിയാണ്. അത് ഞാൻ വിചാരിക്കുന്നത് 95-ലധികം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ടെന്നാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ RMPക്ക് കഴിയണം, അല്ലെങ്കിൽ കഴിയേണ്ടതല്ലേ എന്നാണ് എന്റെ ചോദ്യം. കഴിയേണ്ടതാണ്, അതിലൊന്നും തർക്കമല്ല. കഴിയേണ്ടതാണ്, പൂർണ്ണമായിട്ടും കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായമൊക്കെ ഞങ്ങൾക്കുണ്ട്, അതിലൊന്നും തർക്കമല്ല. ഞാനതല്ലേ പറഞ്ഞു, ഞാൻ വലിയ ഇതായി സ്വാധീനമായി പോയി അല്ലെങ്കിൽ വലിയ പാർട്ടിയാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ ചെറിയ എടുക്കുന്ന നിലപാടുകൾ അതെടുത്ത് മുന്നോട്ട് പോകാനേ ഇപ്പൊ സാധിക്കുന്നുള്ളൂ. പോരായ്മകളുണ്ട്, ഒരു തർക്കമില്ല കാര്യത്തിലൊന്നും, മാറേണ്ടതുമാണ്. എന്താണെങ്കിലും ചില ചോദ്യങ്ങൾ ചിലപ്പോൾ വിഷമിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം. പക്ഷെ അത് ചോദ്യങ്ങൾ കേരളത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചോദിച്ചതാണ്. സത്യത്തിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, KK രമ നിരവധി ഇൻ്റർവ്യൂകൾ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളതാണ്. ആ ഇൻ്റർവ്യൂകളിൽ പറയാതെ പോയ അല്ലെങ്കിൽ ചോദിക്കാതെ പോയ കാര്യങ്ങൾ പറയണം എന്ന് പറയുന്ന ഒരു വാശി കൂടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ കുറച്ച് അഗ്രസീവായി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ വ്യക്തിപരമായി തന്നെ 2012 മെയ് 4 ശേഷം എന്നെ ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു വീഡിയോയിലും ഇത്തരം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കാണണം എന്ന് എപ്പോഴും ആഗ്രഹിച്ചതാണ്. കാണാൻ പറ്റിയതിനും സമയം തന്നതിനും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.